വനിതാ സംവരണം. 1996 ആദ്യം വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശകലം ചരിത്രവും കൂടി നമ്മൾ നോക്കണ്ടേ. യുണൈറ്റഡ് നേഷൻസ് 1975 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തെ വനിതാ ദശകമായി പ്രഖ്യാപിച്ചു. വനിതാ ദശകമായി പ്രഖ്യാപിച്ചത് വനിതകളെ ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ആഗോളതലത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ്. അതായത് ഏത് രാജ്യത്തും ജനവിഭാഗത്തിൻ്റെ 50% അതിൽ കൂടുതലോ വരുന്ന സ്ത്രീകൾ, ആ സ്ത്രീജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു, അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ടാണ് വനിതാ ശാക്തീകരണത്തിനായി 1975-85 ദശകത്തെ വനിതാ ദശകമായി ഡിക്ലെയർ ചെയ്തത്. പക്ഷേ അങ്ങനെ ആ ദശകത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ലോകമെമ്പാടും നടത്തി യുണൈറ്റഡ് നേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ. എന്നിട്ടും വലിയ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് UN വിമൻ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വിങ് തന്നെ, UN-ൻ്റെ ഒരു വിങ് തന്നെ രൂപീകരിക്കുന്നത്. അങ്ങനെ ആ വിങ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വിമൻ ബജറ്റ്, അതായത് ജെൻഡർ ബജറ്റ് എന്നൊരു ബജറ്റ് കോൺസെപ്റ്റ് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ജെൻഡർ ബജറ്റ് വരുന്നു. ജെൻഡർ ബജറ്റിൽ ഒരു 10-12% സ്ത്രീകൾക്ക് മാത്രമായിട്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് മാറ്റിവെക്കണം എന്ന് നിർദ്ദേശിച്ചു. പക്ഷേ പല രാജ്യങ്ങളും അങ്ങനെ ഈ 12% ഒന്നും മാറ്റിവെച്ചില്ല. ഇന്ത്യയിലാണെങ്കിലും നാമമാത്രമായിട്ട് മാത്രം ജെൻഡർ ബജറ്റുണ്ട്, പക്ഷേ അതിനകത്ത് മാറ്റിവെക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കെ ആ UN വിമൻ തന്നെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലും 1996 ഒരു വനിതാ സംവരണ ബിൽ എന്ന് പറഞ്ഞ് ഒരു ബിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ബിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഓർമ്മ ബഹുമാനപ്പെട്ട ധനമന്ത്രി ചിദംബരം അദ്ദേഹത്തിൻ്റെ 96-97 ബജറ്റിലാണ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. അങ്ങനെ ബില്ല് കൊണ്ടുവന്ന് ആ ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോഴേക്കും ബീഹാറിൽ നിന്നുള്ള 2 MP-മാർ, ശരത് യാദവും ലാലു പ്രസാദ് യാദവും, ഇവർ രണ്ടും കൂടി ചേർന്നാണ് ആ ബില്ല് എടുത്ത് വലിച്ചു കീറി സ്പീക്കറുടെ ചേംബറിലേക്ക് എറിയുന്നു. ഇത് നടക്കാത്ത കാര്യമാണ്, അങ്ങനെ വനിതകൾക്ക് സംവരണം കൊടുക്കേണ്ട എന്ന് പറഞ്ഞ്. അപ്പം ബീഹാറിലെ സ്ത്രീകളുടെ കാര്യം നിങ്ങൾക്കറിയാമോ? പോപ്പുലേഷൻ്റെ റേഷ്യോ ഞാനൊന്ന് പറയാം. സെക്സ് റേഷ്യോ 893 സ്ത്രീകൾ 1000 പുരുഷന്മാർക്ക്. ബീഹാറിൽ 893 സ്ത്രീകൾ 1000 പുരുഷന്മാർക്ക്. അതാണ് ബീഹാറിലെ സെക്സ് റേഷ്യോ. കേരളത്തിലെ സെക്സ് റേഷ്യോയും കൂടി പറയട്ടെ. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. ഈ 2 സംസ്ഥാനങ്ങളും തമ്മിൽ അന്തരമുണ്ടോ എന്നൊന്ന് കണക്ക് കൂട്ടി നോക്ക്. ഒരിടത്ത് 893 സ്ത്രീകൾ 1000 പുരുഷന്മാർ. കേരളത്തിലെ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്ന് വെച്ചാൽ സ്ത്രീകളെ അവഗണിക്കുന്ന, സ്ത്രീകളെ 2ാം തരം പൗരന്മാരായി കണക്കാക്കുന്ന ഏറ്റവും വൃത്തികെട്ട സംസ്ഥാനമാണ് ബീഹാർ. അതുകൊണ്ടാണ് അവിടെ സ്ത്രീ ഭ്രൂണത്തിലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ ഹത്യ ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് ബീഹാർ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരേ സാഹചര്യം ആൺഭ്രൂണത്തിനും പെൺഭ്രൂണത്തിനും കൊടുത്താൽ നാം പഠിച്ചിട്ടുള്ള ബയോളജിയും മൈക്രോബയോളജിയും ഒക്കെ പറയുന്നത് എന്താണ്? പെൺഭ്രൂണത്തിനാണ് സർവൈവൽ സാധ്യത കൂടുതൽ ആൺഭ്രൂണത്തെക്കാൾ. അങ്ങനെയുള്ള ഒരു ലോകത്താണ് 893 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ അവിടെ ബീഹാറിൽ. അതുപോലും കള്ളക്കണക്കാണോ എന്ന് അറിഞ്ഞുകൂടാ, അതിനേക്കാൾ കുറവാണോ സ്ത്രീകളുടെ സംഖ്യയെന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതുപോലെയുള്ള സംസ്ഥാനത്തും സ്ത്രീകളെ ചേർത്ത് പിടിച്ച് ഈ പ്രാവശ്യം ഭരണകൂടം ഭരണത്തിലേക്ക് വന്നു. അങ്ങനെ സ്ത്രീകളെ ചേർത്ത് പിടിച്ചത് എങ്ങനെയാണ്? 10,000 രൂപ വീതം ഓരോ സ്ത്രീക്കും കൊടുക്കാമെന്ന് നമ്മുടെ മോദിജി ഓഫർ ചെയ്യുക മാത്രമല്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപേ 10,000 രൂപ വീതം പോക്കറ്റിൽ വെച്ച് കൊടുത്തു. അങ്ങനെ സ്ത്രീകളുടെ വോട്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞത്? കാരണം അവിടുത്തെ പുരുഷന്മാരിൽ നല്ലൊരു ഭാഗം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കൂലി ജോലിക്ക് വന്നാലേ അവരുടെ അടുപ്പിൽ തീ പുകയുള്ളൂ. അത് കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബീഹാറിൽ നിന്നുള്ള 2 MP-മാരാണ് എന്തു പറഞ്ഞത്? അത് വലിച്ചു കീറി ആ ബില്ല്
സംവരണം 33% സംവരണ ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ ചേംബറിലേക്ക് എറിഞ്ഞു. അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പലവട്ടം ഈ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും പാർലമെൻറ്റിൽ പാസ്സായി. കാരണം അവിടെ UPA ഗവൺമെൻറ്റിന് മജോറിറ്റി ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഈ ബില്ല് രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കിയാലേ ബില്ലായി മാറുകയുള്ളൂ. ആ നേച്ചറുള്ള ബില്ലാണ്. അപ്പോൾ ഇത് രാജ്യസഭയിൽ ചെല്ലുമ്പോൾ പാസ്സായില്ല. എന്താ കാരണം? അവിടെ UPAക്ക് ഭൂരിപക്ഷമില്ല. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന പ്രതിപക്ഷം അവർക്ക് ഈസി ആയിട്ട് ഇതിനെ സഹായിക്കാമായിരുന്നു. അപ്പോൾ അവർക്ക് ആർക്കും തന്നെ സ്ത്രീകൾ 33% സംവരണം കിട്ടി മുൻപോട്ട് വരുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അന്നൊന്നും ഈ ബില്ല് പാസ്സാകാതിരുന്നത്. ഇനി 2014-15 മോദി ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നു. മോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ആദ്യ ഭരണത്തിൽ അവർക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു, ലോകസഭയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോലും അവർ ഈ ബില്ല് പാസ്സാക്കി പാർലമെൻറ്റിൽ പാസ്സാക്കിയിരുന്നെങ്കിൽ രാജ്യസഭയിൽ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് കൂടി ചേർന്ന പ്രതിപക്ഷം തീർച്ചയായിട്ടും ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവർക്ക് BJP ഗവൺമെൻറ് ഇത് പാസ്സായി കിട്ടാൻ താല്പര്യമില്ലായിരുന്നുകൊണ്ട് അവർ ആ ബില്ല് കൊണ്ടുവന്നില്ല. ഇനി രണ്ടാം BJP ഗവൺമെൻറ്റിന് ലോകസഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ഘട്ടങ്ങളിലൊന്നും ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ അവർ തയ്യാറായില്ല. 2023 അവർ ഈ ബില്ലുമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? 24 ഇലക്ഷൻ വരിക. ഇലക്ഷൻ വരുമ്പോഴത്തേനും വോട്ട് കിട്ടാനുള്ള ഒരു തുറുപ്പ് ചീട്ട്, അങ്ങനെ പെണ്ണുങ്ങളുടെ വോട്ട് മേടിച്ചെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി, അങ്ങനെ വോട്ട് മേടിച്ച് മൂന്നാം ഭരണത്തിൽ വരാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് 2023 ഈ ബില്ല് പാസ്സാക്കുന്നത്, ഈ സംവരണ ബില്ല് പാസ്സാക്കുന്നത്. അങ്ങനെ സംവരണ ബില്ല് പാസ്സാക്കി സെപ്റ്റംബർ 2023 ബില്ല് പാസ്സാക്കുന്നത്. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കാലതാമസം വരട്ടെ. എന്ന് വെച്ചാൽ ഡീലിമിറ്റേഷൻ, അതായത് പുനഃസംഘടന, എല്ലാ അസംബ്ലി സീറ്റുകളും പിന്നെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസീസും ഒക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് പുനർക്രമീകരിച്ച് എണ്ണം വർദ്ധിപ്പിച്ച് അതിനുശേഷം 33% റിസർവേഷനോടുകൂടി സ്ത്രീകളെ മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിൽ അവരെത്തുകയായിരുന്നു. അങ്ങനെ മണ്ഡല പുനർനിർണയം കഴിഞ്ഞ് ഇപ്പോഴെത്ര മണ്ഡലങ്ങളായിരിക്കുന്നു? 816 മണ്ഡലങ്ങളായിരിക്കുന്നു. ആ 816 മണ്ഡലങ്ങളിൽ സ്ത്രീകൾക്ക് 33% റിസർവേഷൻ എന്ന് പറയുമ്പോൾ 273 വനിതാ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനാകും. വനിതാ സ്ഥാനാർത്ഥികൾക്കേ വിജയിക്കാനാകൂ. കാരണം ഈ 273 സീറ്റുകൾ വനിതകൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അല്ല, ഇനി റിസർവ് ചെയ്തല്ല, സ്ത്രീകൾക്ക് കുറച്ച് പ്രാതിനിധ്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക? സാധാരണ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാരണവശാലും ജയിക്കാൻ പറ്റാത്ത സീറ്റുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് സ്ത്രീകളെ നിർത്തും. അവർക്ക് കൊടുത്തു, പക്ഷേ ജയിച്ചില്ല എന്ന് പറയാമല്ലോ, അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതങ്ങനെയല്ല. 33% വിമൻ എന്ന് പറഞ്ഞാൽ 273 സീറ്റെന്ന് പറഞ്ഞാൽ ആ 273 സീറ്റിൽ പെണ്ണുങ്ങൾ തന്നെ ജയിച്ചു വന്നേ പറ്റൂ. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുകയാണ്. സെപ്റ്റംബർ 2023 ദ വിമൻ റിസർവേഷൻ ആക്ട് 2023 നിലവിൽ വരുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 106ാമത്തെ അമെൻമെൻറ്റാണ്. 106ാമത്തെ അമെൻമെൻറ്റ് അനുസരിച്ചാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് 33% റിസർവേഷൻ കൊടുക്കുന്ന ബില്ല് സെപ്റ്റംബർ 2023 പാസ്സായത്. അപ്പോൾ അതനുസരിച്ച് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും പിന്നെയും തട്ടി മാറ്റുമോ എന്നറിഞ്ഞുകൂടാ, സ്ത്രീകൾ വരാതിരിക്കാൻ വേണ്ടി. ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല എന്ന് വേണം കരുതാനായിട്ട്. അങ്ങനെ 273 സ്ത്രീകൾ, അതായത് 33% സ്ത്രീകൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴും നമുക്ക് സ്ത്രീകളുടെ സാന്നിധ്യം, നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വലിയ മാറ്റം കൊണ്ടുവരേണ്ടതാണ്. കാരണം അത്ര ശക്തകളായ, വിദ്യാസമ്പന്നരായ, ബുദ്ധിമതികളായ ധാരാളം സ്ത്രീകളെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ 273 പേരും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവർ ആ കൂട്ടത്തിലെ മിടുക്കരാകണം എന്ന് നിർബന്ധമില്ല. കാരണം
രാഷ്ട്രീയ പാർട്ടികളൊക്കെ എപ്പോഴും അവരുടെ രീതി എന്താണ്? അവർ പറഞ്ഞത് അനുസരിച്ച്, നേതാവ് പറയണത് അനുസരിക്കുന്ന തരത്തിലുള്ളവർ മാത്രം അനുചരരായിട്ട്, അതായത് അസംബ്ലിയിലും പിന്നെ പാർലമെൻറ്റിലുമൊക്കെ ജയിച്ചു വന്നാൽ മതി, അപ്പോഴേ അവരുടെ അപ്പർ ഹാൻഡ്, അവരുടെ അപ്രമാദിത്വം നടപ്പാക്കാൻ പറ്റൂ എന്ന് വിചാരിച്ച് കഴിവുകെട്ട സ്ത്രീകൾക്കായിരിക്കും ചിലപ്പോൾ സീറ്റ് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിച്ചു കൊണ്ടുവരിക. അല്ല, കഴിവ് കെട്ടവരല്ല, കുറച്ചൊക്കെ കഴിവ് കാണും, ഏറ്റവും മിടുക്കരായിട്ടുള്ളവരെ തന്നെ തിരഞ്ഞെടുക്കണം എന്നില്ല. അതുകൊണ്ട് സ്ത്രീകൾ ഈ 33%, പക്ഷേ 33% റിസർവേഷൻ വരുമ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും കരുത്തുറ്റ സ്ത്രീകൾ കാണും. കരുത്തുറ്റ സ്ത്രീകൾ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ശക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെടും. ഇതുവരെ നമ്മൾ കണ്ട പാർലമെൻറ്റോ അതുപോലെ രാജ്യസഭയോ ആയിരിക്കുകയില്ല ഈ 33% റിസർവേഷൻ സ്ത്രീകൾക്ക് കിട്ടിയതിന് ശേഷം വരുന്ന പാർലമെൻറ്റും രാജ്യസഭയും. പക്ഷേ അപ്പോഴും നമുക്കൊരു കല്ലുകടിയുണ്ട്. അതായത് നമ്മൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിലേക്ക് 33% റിസർവേഷൻ 1992-93 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ തന്നെ വന്നതാണ്. അങ്ങനെ 33% റിസർവേഷൻ സ്ത്രീകൾക്കുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടും പലപ്പോഴും പിൻസീറ്റ് ഡ്രൈവിംഗ്, അതായത് സ്ത്രീ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാലും ഭർത്താവോ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന അസിസ്റ്റൻ്റ് പ്രസിഡൻറ്റ്, അതായത് വൈസ് പ്രസിഡൻറ്റ്, അയാൾ പുരുഷനാണെങ്കിൽ അയാളായിരിക്കും വലിയ ഭരണക്കാരനായിട്ട് വലിയ ബുദ്ധിമാനായിട്ട് ഒക്കെ അഭിനയിച്ച് പ്രവർത്തിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ, റിയലിസ്റ്റിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ബുദ്ധിപരമായിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ അതായത് ആര് വലുത് ആര് മോശം എന്ന് പറയുന്നില്ല. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ചും അനുഭവം അനുസരിച്ചും ഒക്കെ ഇരിക്കും. രണ്ടായാലും സ്ത്രീകൾ ഒരു തരത്തിലും ബുദ്ധിപരമായോ അതുപോലെ വൈജ്ഞാനിക മേഖലയിലോ രണ്ടാം കിടക്കാരല്ല. അതായത് പുരുഷന് കിട്ടുന്ന സാഹചര്യം സ്ത്രീക്ക് കിട്ടിയാൽ, പുരുഷന് കിട്ടുന്ന സാഹചര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് കഴിഞ്ഞ് വന്നാൽ മിക്കവാറും സർവതന്ത്ര സ്വതന്ത്രനായിട്ട് തൻ്റെ ജീവിത കാര്യങ്ങളും തൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ ആണെങ്കിലും ആ ഉദ്യോഗം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ അടുപ്പ് തീ കൂട്ടൽ മുതൽ സർവ്വ കാര്യങ്ങളും അവർ ചെയ്യണം. വീടിൻ്റെ ക്ലീനിങ് ഓപ്പറേഷൻ തൊട്ട് കുക്കിംഗ് മുതൽ എവ്രിതിങ് ഷീ ഹാസ് ടു ഡു. രാത്രി ഒരു 3-4 മണിക്കൂറായിരിക്കും ഒരു സ്ത്രീക്ക് ഉറങ്ങാൻ കിട്ടുക. എങ്കിലും അവൾ ഗ്രംബിൾ ചെയ്യാതെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്ന ആ നല്ല മനസ്സോടെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണല്ലോ സർവം സഹയായ ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവളാണ് സ്ത്രീ എന്ന് നമ്മുടെ എന്താ പറയുക, ആർഷഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ലോകം ഇതുപോലെ മുൻപോട്ട് പോകുന്നത് തന്നെ സ്ത്രീയുടെ ആ ക്ഷമാശീലം കൊണ്ട്, ക്ഷമാശീലം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത്തരമുള്ള ഒരു കാലഘട്ടത്തിൽ 33% റിസർവേഷൻ സ്ത്രീകൾക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ സമൂഹത്തിലെ പദവി, എല്ലാവരും മിടുമിടുക്കരാണ്, 33% പേരും മിടുമിടുക്കരായി ഉയരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലെ ഉയർച്ച കണ്ട് അസൂയപ്പെടത്തക്ക രീതിയിൽ ഉയർന്നു വരുന്ന മിടുമിടുക്കികളായ സ്ത്രീകൾ ഉണ്ടാകും. സ്ത്രീകളുടെ മൊത്തം സ്റ്റേറ്റസ് വളരെ മെച്ചപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്ത്രീകളുടെ സ്റ്റേറ്റസ് മെച്ചപ്പെട്ടാലും നമ്മുടെ സമൂഹം ഇതുപോലെ തന്നെ പോകും മുൻപോട്ട്. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ സർവം സഹയായ ഭൂമിയെപ്പോലെയാണ്. അവൾക്ക് അവളുടെ കുടുംബം കഴിഞ്ഞാണ് മറ്റെന്തും. പക്ഷേ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെയും ചേർത്ത് പിടിക്കും, ഉദ്യോഗത്തെയും ചേർത്ത് പിടിക്കും. അങ്ങനെ കരുത്തുള്ളവളും ശക്തിയുള്ളവളുമാണ് സ്ത്രീ. അതുകൊണ്ട് ഈ 33% റിസർവേഷൻ സ്ത്രീയുടെ അടുത്ത ലെവലിലേക്ക് ശാക്തീകരിക്കപ്പെടും, ഉയർത്തപ്പെടും. അത് ലോകത്തെ തന്നെ പുനരുദ്ധരിക്കുന്നതിന് തുല്യമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.